പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, സകലത്തിന്റെയും നാഥായനെയും. ആഴത്തിൽ നിന്നു ഞാൻ ആദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ കേൾക്കണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് മോക്ഷവും പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. പൂർവികളിലൂടെയും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സകലത്തിന്റെയും നാഥായനെയും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥായനെയും. സർവ്വരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും
ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായി നീക്കും. സഹോദരരെ, വിശുദ്ധ പത്രോസിന്റെ എഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനസിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്ത് ജീവിക്കുന്ന വിജാതിയെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിനും ജഡമോഹത്തിനും മദ്യപാനത്തിനും മധുരോത്സവത്തിനും നിഷിദ്ധമായ വിഗ്രഹാരങ്ങളെയും നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. അവരുടെ ദുർബുദ്ധികളിൽ ഇപ്പോൾ നിങ്ങൾ തപ്പിയേരാത്തതുകൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാതിരിക്കുന്നവരുടെ മുമ്പിൽ അവർ കണക്കുകൂടി കേൾക്കി വരും. എന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമയത്തിലും പ്രാർത്ഥനയും ജാഗരൂകരുമായിരിക്കുകയും സർവ്വോപരിയും നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. പിറുവിറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആദിത്യമര്യാദ പാലിക്കുകയും ഓരോരുത്തരും തനിക്ക് കിട്ടിയ കാലത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥനെന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. നമുക്ക് സംസാരിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങൾ. തമ്പുരാക്കാരിൽ കാണുക അനുദപിക്കുന്ന പശ്ചാത്തപിക്കുന്ന മനസ്സാണ്. അവൻ വിധികർത്താവല്ല, മറിച്ച് കാരുണ്യവാനാണ്. പരീക്ഷയിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കുവാൻ യേശുവിനെ ക്ഷണിച്ചു. യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണം തിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൻ പരീക്ഷയുടെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരത്തിൽ നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവർ അവന്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീരോട് അവർ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടിയോടെ തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ പരിസരയിൽ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവർ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തലക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവളൊരു പാപിനിയാണെന്നും. യേശു അവരോട് പറഞ്ഞു, ശിമിയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയുവാനുണ്ട്. ഗുരു അരുൾ ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. ഒരു കുറ്റമറിഞ്ഞ 2 കടക്കാറുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ധനാന കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമിയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്യുമോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമിയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നതല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണുനീരിലൂടെ എന്റെ കാലുകൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല.
എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചതു മുതൽ എന്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ എന്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവർ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവർ പരസ്പരം പറയുവാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. നമുക്കെല്ലാവർക്കും വിശ്വസനത്തിന് കൂടി കർത്താവിനോട് യാചിക്കുവാൻ അപേക്ഷിക്കാം. മാമോദിസയുടെ അവകാശം മന്ന വഴി ഞങ്ങൾ നിർണയിച്ച സഹോദരങ്ങളെ ഇതുപോലെ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സംഘടിപ്പിക്കുന്ന സഹോദരങ്ങളെ വിദ്യാഭ്യാസങ്ങളെ അനുഗ്രഹിക്കണമെന്ന് വിഷയപ്പെടാമെ കുറിച്ച് മറ്റുള്ളവർ ബോധിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ഉദാഹരണ വളരെ സഹോദരങ്ങളെ ഈശ്വരത്തിന് മൊത്തത്തിൽ പങ്കുകാരാക്കണമെന്ന് വിഷയത്തിലേക്കുള്ള പരിപോഷപ്പെട്ടവരും മഞ്ഞൾ താമസിക്കുന്ന സഹോദരങ്ങളെ നിത്യജീവനെ അനുഗ്രഹിക്കണമെന്ന് സൂര്യവരുടെ ശോഭയോടെ ആവശ്യമുള്ള ദൃശ്യത്തിൽ വളർത്തണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ നമ്മുടെ പിതാവിന്റെ ഇഷ്ടം സമർപ്പിക്കാം. അങ്ങനെ പാപം ഞങ്ങൾ നടക്കണമേ, അങ്ങനെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തെയും തനിക്ക് വാസുന്നത് നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കൈകളെ അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കാൻ ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ സുഖമോ പരിശുദ്ധമോ ശിവനായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാകരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വസ്തയിൽ നിങ്ങൾ സമാധാനം നൽകി. കർത്താവിൻ കൃപയും
ദൈവപിതാവിൻ സ്നേഹമതും റൂഹാനൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവത്തിനുടെ അർപ്പിപ്പൂ. സമാധാനത്തോടുകൂടി പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൽ സ്വർഗവാസിയായ ഞങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്ത്രീയ സൈന്യങ്ങളും അങ്ങനെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവീന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സുഖത്തിലെ ആരാധ്യനായ പിതാവേ അങ്ങയുടെ ഭക്തനെ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ വധിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും അപൂർവമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ
മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങേ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. എഴുന്നള്ളി വരട്ടെ. അങ്ങനെ ദാസരുടെ കുർബാനയിൽ അവൻ അവതരിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രിയപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങനെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദൈവമേ. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ചരിത്രങ്ങളെ നമുക്ക് ഭക്തജനോട് സമീപിക്കാം. അണ്ടവകാശത്തോടെ അപരാധത്തെക്കൊണ്ടും പാപരമസ്പർശിച്ചുകൊണ്ടും സലത്തികൾ ക്ഷണിച്ചുകൊണ്ടും നാം സ്ഥലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപരാധിക്കുകയും ചെയ്യാം. പ്രിയതരം ഫലങ്ങളോട് മനസ്സരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നമ്മുടെ ആത്മഹത്യമാക്കാം. ക്രിസ്തു പരിശീലിക്കുകയും പരിശുദ്ധാത്മാക്കളാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പുകൂടെ ദിവസത്തിൽ പങ്കുകൊള്ളാം. കർത്താവേ പ്രശ്നങ്ങളുടെ ആകാശകാലമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാതന്ത്ര്യത്തോടുകൂടി ഞാൻ ചോദിച്ചെല്ലാം ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അവരെ വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിതത്തിൽ
നിർത്തുകയും അവരുടെ കാര്യം നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. കർത്താവേ
തിരുസന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ ബലികൾ കാഴ്ചകൾ അനവരതം കനിവോട് കൈക്കൊണ്ടരുളണമേ. ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയും കൈക്കൊണ്ട നാഥ കനിയണം ഈ ബലിയിൽ. കരുണാനിധിയായ കർത്താവേ, ചേർക്കണമേ നിൻ ദാസരെയും പരിശുദ്ധന്മാർ വരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ഇന്നീ ബലിയുടെ സന്നിധിയിൽ അർപ്പിച്ചവരാ മഹിളർക്കും കരുണയുടെ ഗണമഖിലേശ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവനെ മരണത്തിനെയും നാളും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കരുണയോടെ നിർത്തണമേ നല്ല പുറത്തു വലം ഭാഗേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മുതലായുസും. ജീവൻ നൽകും മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ഞാൻ ജീവനെ മരണത്തിനാകും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. കൈക്കൊള്ളണമേ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയെന്നാഥ തിരുസന്നിധിയിൽ. പരിപാവനമാ ബലികൾ പോലെ അവസന്നിധിയിൽ ചെയ്തൊരു നമമാ ബലിപോൽ നാഥ. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു പാപമോചനമേ പക്കൽ നാകുമല്ലോ. എന്റെ പ്രതീക്ഷ വാഗ്ദാനത്തിലാകുന്നു.
ദൈവം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവരുടെ പക്കൽ നാകുന്നു. എല്ലാവർക്കും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങൾ പൂർവ്വീകരിന്റെ വധുവാദം നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ കൊടുക്കുന്നവൻ കരുണ നിറഞ്ഞവൻ നീതിമാനുമായി തീർത്താവേ. ജീവന്റെ മണ്ഡലത്തെ നാമന പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ സകലതയുമായി വിശുദ്ധായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതങ്ങളുടെ അകമ്പടിയോടും കൂടെ വാനമേഖല പ്രത്യക്ഷനാവുകയും സ്വഹിരാജന്റെ വാദം തുറക്കപ്പെടുകയും മരിച്ചവരുടെ രക്ഷകരായി അവർ ഉയർത്തുകയും ദുഷ്യനെ നീതിമാന്മാർക്ക് വർദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായി നിന്റെ ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാലത്തിൽ തന്നെ സജ്ജമാക്കുവേണ്ടിയിരിക്കുന്ന സ്വഹിരാജത്തിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.